ദില്ലി പോലീസ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയ ഉമർ ഖാലിദ് അടക്കമുള്ള 5 വിദ്യാർത്ഥികൾ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, വിദ്യാർത്ഥികൾ കീഴടങ്ങില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയായിരുന്നു. പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയുടെ സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്? സോമി, ഇന്നലെ മുതൽ വിദ്യാർത്ഥികളുടെ ജീവന് വലിയ രീതിയിലുള്ള ഭീഷണി നിലനിന്നിരുന്നു. ഉമർ ഖാലിദ് അടക്കമുള്ള 6 വിദ്യാർത്ഥികൾക്കെതിരെയും വധഭീഷണി അടക്കം വലിയ രീതിയിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെ മറ്റും ഉയർന്നു വരികയും BJP അഭിഭാഷകർ തന്നെ ഇതിനെതിരെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനെ സമീപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദില്ലി ഹൈക്കോടതിയെ ഈ വിദ്യാർത്ഥികൾ സമീപിച്ചിരിക്കുന്നത്. നിലവിൽ രേഖാമൂലമുള്ള അറസ്റ്റ് വരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് ദില്ലി പോലീസ് മുമ്പാകെ ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ രേഖാമൂലം ഒരു അറസ്റ്റ് പൊതുസമൂഹത്തിന് മുമ്പിൽ വരിക്കുന്നതിനായി ദില്ലി പോലീസ് സമീപിക്കുക മറ്റും ചെയ്തിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് തങ്ങളുടെ ജീവന് വലിയ രീതിയിലുള്ളൊരു ഭീഷണി നിലനിൽക്കുന്നു. തങ്ങളെ കണ്ടാൽ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വലിയൊരു സന്നാഹം, പോലീസ് സന്നാഹത്തിലെ ആളുകൾ പോലും സജ്ജരായി നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോടതി തന്നെ ഇടപെട്ട് തങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്നും രേഖാമൂലം അറസ്റ്റ് വരിക്കാൻ അതിനാൽ തയ്യാറാണെന്നും അറിയിച്ചുകൊണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ ദില്ലി ഹൈക്കോടതി മുമ്പാകെ സമീപിച്ചിരിക്കുന്നത്. നിലവിൽ ഏതാനും സമയങ്ങൾക്കകം തന്നെ കന്നയ്യകുമാറിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ടുള്ള ഹർജിയും ദില്ലി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ, ഉമർ ഖാലിദ് അടക്കമുള്ള വിദ്യാർത്ഥികൾ തങ്ങൾക്ക് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഇവർക്ക് സംരക്ഷണമേകുന്നതിൽ കോടതി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാകും ഇനി ശ്രദ്ധേയമായ കാര്യം. സോമി.